പണമുണ്ടെങ്കിൽ എന്ത് നേടാമെന്ന് നമുക്കറിയാം. എന്നാൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും പേടിക്കുന്ന ഒരു ജനത ലോകത്തുണ്ടായിരുന്നു. തങ്ങളുടെ പണം കൊണ്ട് തന്നെ ദുരിതത്തിലായ ഒരു രാജ്യത്തിൻ്റെ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ബാക്കി പത്രമായ റൊഡേഷ്യയിൽ നിന്നും 1980 ഏപ്രിൽ 18 സ്വതന്ത്രമായ ഒരു രാജ്യമാണ് സിംബാബ്വെ. സിംബാബ്വെ ആഫ്രിക്കൻ നാഷണൽ യൂണിയൻ ആയിരുന്നു സിംബാബ്വെയുടെ സ്വാതന്ത്ര്യത്തിന് കാരണമായ പാർട്ടി. സ്വാഭാവികമായും ആ പാർട്ടിയുടെ നേതാവായ റോബർട്ട് മുഗാബെ തന്നെയായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം സിംബാബ്വെയുടെ പ്രധാനമന്ത്രിയായത്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളെ മുൻനിർത്തിയായിരുന്നു അദ്ദേഹം രാജ്യം ഭരിക്കാൻ തുടങ്ങിയത്. കോളനിവൽക്കരണത്തിൻ്റെ ഒന്നും തന്നെ തങ്ങളുടെ രാജ്യത്ത് വേണ്ട എന്നതിൽ നിന്നും റൊഡേഷ്യൻ ഡോളറിനെ പൂർണ്ണമായും ഒഴിവാക്കി പകരം സിംബാബ്വെ ഡോളറിനെ ഔദ്യോഗിക കറൻസിയാക്കി അദ്ദേഹം അംഗീകരിച്ചു. ആ സമയത്ത് അമേരിക്കൻ ഡോളറിനേക്കാൾ ഏകദേശം 1.1 ഇരട്ടിയോളം മൂല്യമേറിയ കറൻസിയായിരുന്നു സിംബാബ്വെ ഡോളർ. അതേസമയം സമ്പത്തെല്ലാം തന്നെ ഒരു വിഭാഗം ആളുകളിൽ കേന്ദ്രീകരിക്കുന്ന പകരം രാജ്യത്തുള്ള എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും വലിയ മുന്നേറ്റങ്ങൾ നടത്തുകയും ചെയ്തതോടെ തുടക്കകാലത്തെ ജീവിത നിലവാരം മറ്റുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം ഉയർന്നതായിരുന്നു. ഇതുവഴി 1980കളുടെ തുടക്കത്തിൽ തന്നെ സിംബാബ്വെയുടെ GDP ശരാശരി 5.5% വർദ്ധിക്കുകയായിരുന്നു. എന്നാൽ ഇത്തരമൊരു മാറ്റം കാർഷിക വൃത്തിയെയും മൈനിങ്ങിനെയും മാത്രം പ്രധാനമായും ആശ്രയിച്ച് മുന്നോട്ട് പോയ ഒരു രാജ്യത്തിൻ്റെ സമ്പദ്സ്ഥിതിയെ വളരെ പെട്ടെന്ന് തന്നെ തകർക്കുകയും ചെയ്തു. അങ്ങനെ സമ്പത്ത് എല്ലാവരുടെയും കയ്യിൽ എത്തിയതോടെ രാജ്യത്തിന് വൻതോതിൽ പുറത്തുനിന്ന് കടമെടുക്കേണ്ടതായി വന്നു. ഇത് സാധനങ്ങളുടെ വിലക്കയറ്റം വർദ്ധിപ്പിക്കുകയും ഉൽപ്പാദനക്ഷമത കുറയ്ക്കുകയും ചെയ്തു. ഇതോടെ ആദ്യ ദശകത്തിൽ തന്നെ പണപ്പെരുപ്പം ഏതാണ്ട് 20% എത്തുകയുണ്ടായി. തുടർന്ന് 1987 ഒരു സോഷ്യലിസ്റ്റായി മാറിയ മുഗാബെ പല നിയമങ്ങളുടെ ഭേദഗതിയിലൂടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റായി മാറി. എന്നാൽ അപ്പോഴും രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം കൈയടക്കി വെച്ചിരുന്നത് വെളുത്ത വർഗ്ഗക്കാരായിരുന്നു. ഇതിനെ മറികടക്കാനായി 1990കളിൽ പുതിയ എക്കണോമിക് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം നടപ്പിലാക്കുകയും ഇതിലൂടെ ഉണ്ടായ സ്വകാര്യവൽക്കരണവും വ്യാപാര ഉദാരവൽക്കരണവും തൊഴിൽ നഷ്ടത്തിനും അടിസ്ഥാന കാര്യങ്ങളുടെ വില കുതിച്ചുകയറ്റത്തിനും നിരവധി സിംബാബ്വെക്കാരുടെ ജീവിത നിലവാരത്തിലെ തകർച്ചയ്ക്കും കാരണമായി. തുടർന്ന് പുതിയ ഭൂപരിഷ്കരണം രാജ്യത്ത് നടപ്പിലാക്കുകയും ഇതിലൂടെ വെളുത്ത വർഗ്ഗക്കാരിൽ നിന്നും ഭൂമിയെല്ലാം സിംബാബ്വെയൻ ജനങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകുകയും ചെയ്തു. ഇതോടെയാണ് പണപ്പെരുപ്പത്തിൻ്റെ ഭയാനകമായ അവസ്ഥയിലേക്ക് രാജ്യം കടന്നത്. ഭൂമിയെല്ലാം തദ്ദേശീയർക്ക് കിട്ടിയെങ്കിലും കൃഷിയിലുള്ള പരിചയക്കുറവും ന്യൂനത സാങ്കേതിക വിദ്യയിലുള്ള അറിവില്ലായ്മയും കാർഷിക ഉൽപ്പാദനത്തെ നന്നായി ബാധിക്കുകയും ഇതിലൂടെ മറ്റ് എല്ലാ ഇൻഡസ്ട്രികളെയും ഇത് കടന്നുപിടിക്കുകയും ചെയ്തു. 1990കളുടെ അവസാന കാലത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1998 മുതൽ 2003 വരെ രണ്ടാം കോങ്കോ യുദ്ധം നടക്കുകയും മുഗാബെ തങ്ങളുടെ രാജ്യത്തെ പട്ടാളക്കാരെ അവിടേക്ക് അയച്ച് കോങ്കോയെ സഹായിക്കുകയും ചെയ്തു. ഇതിനായി അവർക്ക് കൂടുതൽ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകേണ്ടതായി വന്നു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഇത്തരമൊരു ആനുകൂല്യം പ്രഖ്യാപിച്ചത് വീണ്ടും സാമ്പത്തികമായി രാജ്യത്തെ പിന്നോട്ട് നയിച്ചു. ഇതിനെ മറികടക്കാനായി IMFൽ നിന്നും വൻതോതിൽ രാജ്യം പണം കടമെടുക്കാൻ തുടങ്ങി. തുടർന്ന് ഈ പണപ്പെരുപ്പത്തിനുള്ള പ്രധാന കാരണം അമേരിക്കയും IMFും യൂറോപ്യൻ യൂണിയനുമാണെന്ന് സിംബാബ്വെ റിസർവ് ബാങ്ക് പ്രസ്താവിക്കുകയും ചെയ്തു. ഇത് ഈ രാജ്യക്കാരെ ചൊടിപ്പിക്കുകയും സിംബാബ്വെക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ സിംബാബ്വെ ആകെ തകർന്നു എന്ന് പറയാം. ഇതിനുശേഷം എന്തു ചെയ്യണമെന്ന് അറിയാതിരുന്ന റിസർവ് ബാങ്ക് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം കൂടുതൽ പൈസ അച്ചടിച്ചിറക്കാൻ തുടങ്ങി. പണപ്പെരുപ്പം തടയാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്തത്. എന്നാൽ ഇത് സ്ഥിതിഗതിയെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തതെന്ന് പറയാം. അങ്ങനെ 2001 രാജ്യത്തിൻ്റെ പണപ്പെരുപ്പം 112% വർദ്ധിച്ചു. പണപ്പെരുപ്പം വർദ്ധിച്ചിട്ടും ഇത്രയും കാലം ഇവിടുത്തെ ജനങ്ങൾ പിടിച്ചു നിന്നത് കരിഞ്ചന്തയിലൂടെ മറ്റു രാജ്യങ്ങളുടെ കറൻസികൾ ഉപയോഗിച്ച് ക്രയവിക്രയങ്ങൾ നടത്തിയതുകൊണ്ടാണ്. എന്നാൽ ഗവൺമെൻറ് ഇത് തടഞ്ഞതോടെ പണപ്പെരുപ്പം വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് ഒരു കഷ്ണം ബ്രെഡ് വാങ്ങാൻ പോലും ആയിരക്കണക്കിന് രൂപ ചിലവാക്കേണ്ടി വന്നു. തുടർന്ന് 2002 പണപ്പെരുപ്പം 200% വർദ്ധിക്കുകയും തൊട്ടടുത്ത വർഷമായ 2003 ഇത് 600% വർദ്ധിക്കുകയും ചെയ്തു. ഇതോടെ ആളുകൾക്ക് ജോലി ചെയ്യാൻ പോലും പേടിയായി തുടങ്ങി. അതോടെ രാജ്യത്തിൻ്റെ ആകെ ഉൽപ്പാദനക്ഷമത വീണ്ടും കുറയുകയും പണപ്പെരുപ്പം വീണ്ടും വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ തുടർന്നും റിസർവ് ബാങ്ക് അധികമായി പണം അച്ചടിക്കുകയും ഇതിനെ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെ അടുത്ത വർഷം, അതായത് 2004 ഒരു പരിധിവരെ ഇതിനെ പിടിച്ചു നിർത്താൻ അവർക്കായി. എന്നിരുന്നാലും 133% പണപ്പെരുപ്പം അപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ അത് താൽക്കാലികമായിരുന്നു. തൊട്ടടുത്ത വർഷം തന്നെ ഇത് 586% വർദ്ധിക്കുകയും 2006 1300%-ഓളം പണപ്പെരുപ്പം ഏറുകയും ചെയ്തു. തുടർന്ന് 2007 പണപ്പെരുപ്പം 6 ലക്ഷത്തോളം വർദ്ധിക്കുകയും ചെയ്തതോടെയാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ രാജ്യത്ത് ബാധിച്ചത്. തുടർന്ന് ഇൻഫ്ലേഷൻ അതിര് കടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഇൻഫ്ലേഷനെ നിരോധിക്കുകയും ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ സാധനങ്ങളുടെ വില കയറ്റുന്നവരെ ഉടൻ തന്നെ ജയിലിൽ അടയ്ക്കാൻ ഉത്തരവിടുകയും ചെയ്തു. അപ്പോഴും ഗവൺമെൻറ് ഇങ്ങനെ നോട്ടുകൾ അച്ചടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഓർക്കണം. ഇങ്ങനെ ഒരു അവസരത്തിൽ ഓരോ ആഴ്ചയും ട്രില്യൺ കണക്കിന് സിംബാബ്വെയൻ ഡോളറുകളാണ് റിസർവ് ബാങ്ക് അച്ചടിച്ച് പുറത്തിറക്കിക്കൊണ്ടിരുന്നത്. അതേസമയം ഇങ്ങനെ നോട്ടുകൾ വിതരണം ചെയ്യുന്ന G&D കമ്പനിക്ക് ആഴ്ചതോറും ഇതിനായി മാത്രം 5 ലക്ഷം യൂറോ അല്ലെങ്കിൽ 170 ട്രില്യൺ സിംബാബ്വെ ഡോളറിന് സമാനമായ രൂപ നൽകിയിരുന്നുവെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഇതിനുശേഷം ഇൻഫ്ലേഷനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ പോലും സിംബാബ്വെ ഗവൺമെന്റ് തയ്യാറായില്ല. അത്രയ്ക്ക് ഏറെയായിരുന്നു ദിവസേനയുള്ള പണപ്പെരുപ്പം എന്ന് പറയാം. ഈ വർഷങ്ങളിൽ എല്ലാം തന്നെ കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ബാങ്കിംഗ് സ്ഥാപനങ്ങളെ വളരെയധികം ബാധിക്കുകയും അവിടുത്തെ ATMകളെയും ബാങ്കുകളിലെ കമ്പ്യൂട്ടറുകളെയും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ ഹാങ് ആക്കുകയും ചെയ്തു. ഓരോ ദിവസവും ആളുകൾ എടുക്കുന്ന തുകയുടെ അളവ് കൂടിക്കൂടി വന്നു. ഒരു സമയത്തിന് ശേഷം 10 പൂജ്യം 100 പൂജ്യമുള്ള സംഖ്യകൾ വരെ ഇങ്ങനെ ദിവസേന ആളുകൾ പിൻവലിക്കാൻ തുടങ്ങി. ഇത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാനായി 2008 റിസർവ് ബാങ്ക് മൂല്യം കൂടിയ നോട്ടുകൾ അച്ചടിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇത് ആദ്യമായല്ല ഇങ്ങനെ മൂല്യം കൂടിയ നോട്ടുകൾ അവർ അച്ചടിച്ചത്. 2006 3 പൂജ്യമുള്ള, അതായത് 1000ങ്ങളുടെ മൂല്യമുള്ള നോട്ടുകൾ അവർ അച്ചടിച്ചിരുന്നു. എന്നാൽ 2008 എത്തുമ്പോൾ ഏകദേശം 10 പൂജ്യങ്ങൾ മൂല്യമുള്ള നോട്ടുകളായി ഇത് ഉയരുകയാണ് ചെയ്തത്. തുടർന്ന് 2009 12 പൂജ്യം മൂല്യമുള്ള നോട്ടുകൾ വരെ ഇവർ അച്ചടിച്ചിറക്കാൻ തുടങ്ങി. അതായത് 2008 അച്ചടിച്ചിറക്കിയ നോട്ടുകളിൽ ഒരു സിംബാബ്വെ ഡോളറിന്റെ മൂല്യം 10 ബില്യൺ സിംബാബ്വെ ഡോളറിന് സമമായി കണക്കാക്കിയിരുന്നു എന്നതാണ്. ഇങ്ങനെ ചെയ്തിരുന്നത് കമ്പ്യൂട്ടറുകൾ മൂലമുള്ള കണക്കുകൾ പോലും എളുപ്പമാക്കാൻ വേണ്ടിയായിരുന്നു. തുടർന്ന് 2009 മൂല്യം കൂട്ടിയപ്പോൾ യഥാർത്ഥ സിംബാബ്വെ ഡോളറിന്റെ മൂല്യം ഒരു ഡോളറിനെതിരെ 10⁻25 സിംബാബ്വെൻ ഡോളറിന് സമമായിരുന്നു. അതായത് അമേരിക്കയിലെ $1 സിംബാബ്വെയിൽ എത്തിക്കുകയാണെങ്കിൽ അതിന്റെ മൂല്യം 1,00,000 കോടിയുടെ 1,00,000 കോടി മടങ്ങ് അധികമായിരുന്നു എന്നർത്ഥം. ഇത്തരമൊരവസ്ഥയിൽ ഓരോ സെക്കൻഡ് പോലും സാധനങ്ങളുടെ വില കയറി വരികയാണ് ചെയ്തത്. ഇതിലൂടെ ഏറ്റവും അധികം വിഷമത്തിലായത് ഫിക്സഡ് സാലറിയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പബ്ലിക് സ്പേസിൽ നിന്നും നോട്ടുകൾ വാങ്ങുന്ന ഡ്രൈവർമാരെ പോലെയുള്ളവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഡ്രൈവർമാർ ഓരോ ഇടവേളകളിലും തങ്ങൾക്ക് കിട്ടിയ പൈസ ഫോറിൻ കറൻസിയിലോട്ട് മാറ്റുകയാണ് ചെയ്തിരുന്നത്. സമയം വൈകും തോറും കറൻസിയുടെ മൂല്യം കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്തത്. അതോടൊപ്പം മറ്റുള്ള രാജ്യങ്ങളുടെ കറൻസി ഉപയോഗിക്കുന്നത് നിരോധിച്ചതും വൻ പ്രതിസന്ധി തീർത്തു. എന്നാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഒരു മാസം ട്രില്യൺ കണക്കിന് സിംബാബ്വെ ഡോളറാണ് ശമ്പളമായി ലഭിച്ചിരുന്നത്. മാസാവസാനമാകുമ്പോഴേക്കും ഇത് ഒരു നേരത്തെ വണ്ടിക്കൂലിക്ക് പോലും തികയുന്ന എന്നൊരവസ്ഥയിലേക്ക് എത്തി. ഇങ്ങനൊരു ഘട്ടത്തിൽ സാധനങ്ങൾ പോലും പൈസയ്ക്ക് പകരമായി കൈമാറ്റം ചെയ്യാൻ പോലും അവർ തയ്യാറായി. അത്രയേറെ അൺസ്റ്റേബിളായ ഒരു എക്കോണമിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയാം. ഇതിനിടയിൽ നോട്ടുകൾ അച്ചടിച്ചിറക്കാൻ പോലും നോട്ടിനേക്കാൾ മൂല്യമേറിയ തുക ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി നോട്ട് അച്ചടി പോലും ഗവൺമെന്റ് നിർത്തിവെച്ചു. ഇങ്ങനെ പണപ്പെരുപ്പം തടയാൻ വേറെ ഒരു നിവൃത്തിയുമില്ല എന്ന് കണ്ട് 2009 അവസാനത്തോടെ റിസർവ് ബാങ്ക് നോട്ടുകളെല്ലാം പിൻവലിക്കുകയും പകരം മറ്റു രാജ്യങ്ങളുടെ നോട്ടുകൾ ക്രയവിക്രയങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യാം എന്ന് അനുമതി നൽകുകയും ചെയ്തു. ഇതോടെ പെട്ടെന്ന് തന്നെ ഹൈപ്പർ ഇൻഫ്ലേഷൻ കുറയുകയും വെറും 133% സ്ഥിരപ്പെടുകയും ചെയ്തു. അങ്ങനെ 2015 ആയപ്പോഴേക്കും സിംബാബ്വെ ഡോളർ പൂർണ്ണമായി അവർ നിരോധിക്കുകയും ബാക്കിയുള്ള ഫോറിൻ കറൻസികൾ മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. അങ്ങനെ 2016ഓടെ 9 രാജ്യങ്ങളുടെ കറൻസികൾ അവർ തങ്ങളുടെ രാജ്യത്ത് ഉപയോഗിക്കാൻ അനുമതി നൽകി. ഇതിൽ നമ്മുടെ ഇന്ത്യൻ രൂപയും ഉൾപ്പെട്ടിരുന്നു. ശേഷം 2019 പുതിയ സിംബാബ്വെ പ്രസിഡന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പുതിയ കറൻസി പുറത്തിറക്കുകയും ഉടൻ തന്നെ ഇൻഫ്ലേഷൻ ഉയരുകയും ചെയ്തു. ഇതിനോടൊപ്പം കോവിഡ് വ്യാപനവും റഷ്യ ഉക്രൈൻ യുദ്ധവും പണപ്പെരുപ്പത്തെ ബാധിച്ചു. തുടർന്ന് വീണ്ടും മറ്റുള്ള കറൻസികളെ ആശ്രയിക്കാൻ ഇവർ നിർബന്ധിതരായി. 2023 കണക്കുകൾ അനുസരിച്ച് നിലവിൽ സിംബാബ്വെയുടെ പണപ്പെരുപ്പം അത്യാവശ്യം സ്റ്റേബിൾ ആവുകയും എന്നാൽ സാധാരണയിൽ നിന്നും വളരെയധികം കൂടുതലാണെന്നുമാണ് പറയുന്നത്. എന്നാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ പണപ്പെരുപ്പം സിംബാബ്വെയുടേതല്ല. പകരം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹംഗറിയിലുണ്ടായ പണപ്പെരുപ്പമാണ് ലോകത്തിലെ ഇന്നേവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ രീതിയിൽ ഉയർന്ന പണപ്പെരുപ്പം. സിംബാബ്വെയിൽ ഓരോ 24 മണിക്കൂർ കൂടുമ്പോഴും വില ഇരട്ടിക്കുമ്പോൾ ഹംഗറിയിൽ ഇത് വെറും 15 മണിക്കൂർ കൊണ്ടാണ് ഇരട്ടിക്കുന്നതെന്ന് പറയാം.